ഇതിങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളും നിരവധിയാണല്ലോ. ഭരണഘടനാ നിയമ ഭേദഗതികൾ വേണം. ഭരണഘടനയിൽ 5 അനുച്ഛേദങ്ങൾ ജനപ്രാതിനിധ്യ നിയമവും ഭേദഗതി ചെയ്യണമെന്നടക്കമുള്ള വിവരങ്ങൾ, 18 ഭേദഗതികൾ വേണ്ടി വരും എന്ന് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഇനി സാധ്യമാണ്, വളരെ പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമാണോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഭൂരിപക്ഷത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എങ്ങനെയായിരിക്കും, ഈ 5 വർഷം പൂർത്തിയാകാത്ത സർക്കാരുകളുടെ ഭാവി, ഇതൊക്കെ തന്നെയും ചോദ്യചിഹ്നങ്ങളല്ലേ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? സമവായത്തിലൂടെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാവരും പറഞ്ഞൊരു ആശങ്ക എനിക്കുമുണ്ട്. അതായത് ഇതൊരു കൂടുതൽ യൂണിറ്ററി നേച്ചറിലോട്ട് പോകുമോ, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രീകൃതമാവുകയും സ്റ്റേറ്റ് ഇലക്ഷൻസ് പല റീജിയണൽ ഇഷ്യൂസ് ആണ്, ഓരോ സ്റ്റേറ്റിലും ഉണ്ടായിരിക്കുന്ന അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കുറയുകയും പാർലമെന്റിലേക്കുള്ള ഇലക്ഷന്റെ കൂട്ടത്തിൽ സ്റ്റേറ്റിൽ കൂടി ഇലക്ഷൻ നടക്കുമ്പോൾ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു കൺസേൺ. രണ്ടാമത്തേത്, നാച്ചുറലായിട്ട് ഒരു 2 പാർട്ടികൾ കേന്ദ്രത്തിൽ BJP എതിർക്കുകയും, ഉദാഹരണത്തിന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്, LDF UDF 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷന് മത്സരിക്കുന്നു. അത് രണ്ടും കൂടി ഒരുമിച്ച് BJPക്ക് എതിരായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതി വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സ്റ്റേറ്റിൽ ഉള്ള യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹരിയാനയിൽ ആം ആദ്മിയും കോൺഗ്രസും വേറെ വേറെയാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു പാർലമെന്റ് ഇലക്ഷനും കൂടെ വരികയാണെങ്കിൽ, ഡൽഹിയിലെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ മുഴുവൻ സീറ്റും BJPക്ക് കിട്ടി. പക്ഷെ സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതൊക്കെ മാറി മറിഞ്ഞിട്ട് കൂടുതലായിട്ട് ഒരു പാർട്ടിയിലേക്ക് അധികാര വികേന്ദ്രീകരണം നടക്കാൻ, കൂടുതൽ അധികാരം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമവായത്തിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ 1952 62 ഒക്കെ ചെയ്ത കാര്യം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമവായത്തിലൂടെയാണ് പല സ്റ്റേറ്റ് അസംബ്ലികളെ നേരത്തെ പിരിച്ചുവിടാനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടത്താനും പാർട്ടികളെല്ലാം കൂടെ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് നടത്താം, ഒരു 15 ദിവസം കൊണ്ട് തീർത്തു തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അന്നുണ്ടായിരുന്ന സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കാരണം അന്ന് കൂടുതൽ കോൺഗ്രസ് ആയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ. ഇവിടെ നമ്മൾ നിയമത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഹിസ്റ്റോറിക്കലായിട്ടും ലീഗലായിട്ടും ഒരു ഉത്തരവുണ്ട്. അതിൽ ഡോക്ടർ അംബേദ്കർ 4 ഡിസംബർ 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ പറയുന്നുണ്ട് 2 തരത്തിലുള്ള ഭരണഘടനകളുണ്ട് ലോകത്ത്. ഒന്ന് യൂണിറ്ററിയാണ്. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേന്ദ്രീകൃതമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഒരു സബ്സിഡിയറി പോളിറ്റി ഇല്ല. അതായത് ഉദാഹരണത്തിന് UK. അതേസമയം ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഒരു അതോറിറ്റി ഉണ്ട്, സബ്സിഡറി പോളിറ്റീസ് ഉണ്ട്. അതിന് ഉദാഹരണം അമേരിക്കൻ ഫെഡറലിസം ആണ്. അമേരിക്കയുടെ ഭരണഘടന ഒരു നല്ല ഫെഡറലിസത്തിന് ഉദാഹരണമാണ്. എന്നിട്ട് പറഞ്ഞ അമേരിക്കൻ ഭരണഘടനയുമായിട്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള ഒരു വ്യത്യാസം, അമേരിക്കയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇനി അദ്ദേഹം വീണ്ടും പറയാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബാക്കി ഒരു ഫെഡറേഷനും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. കാരണം ബാക്കി ഒരു ഫെഡറേഷനും യൂണിറ്ററി നേച്ചറിലേക്ക് മാറാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന ഇൻഹറന്റ്ലി അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. വേണ്ട സന്ദർഭങ്ങളിൽ ഈ ഫെഡറലിസം മാറി ഇന്ത്യൻ ഭരണഘടന ഒരു യൂണിറ്ററി നേച്ചറിലേക്ക് പോകും. അതിന് ഉദാഹരണം പറയുന്നത്, സ്റ്റേറ്റിന്റെ സബ്ജക്റ്റിലെ പാർലമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കപ്പെടണം, കേന്ദ്ര നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്ന് സെൻട്രലിന് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ, ഒരു ഫെഡറൽ ആണെന്ന് തോന്നും, പക്ഷേ പൂർണ്ണമായിട്ട് ഒരു ഫെഡറൽ സിസ്റ്റം അല്ല. ക്വാസി ഫെഡറൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൈമിൾട്ടേനിയസ് എലക്ഷൻ ഇത് ഒരു ഭരണഘടനാ അമെന്റ്മെന്റ്, നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനാ അമെന്റ്മെന്റ് പ്രയാസമുള്ളൊരു കാര്യമാണ്. ആർട്ടിക്കിൾ 3 രീതിയിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം. ഒന്ന്, ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഒരു സ്റ്റേറ്റിന്റെ ടെറിട്ടറി കുറയ്ക്കുകയോ അതിൽ നിന്ന് മാറ്റി കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ആകെയുള്ള ഒരു റിക്വയർമെന്റ് സ്റ്റേറ്റിന്റെ അടുത്തുനിന്ന് ഒരു അഭിപ്രായം ചോദിക്കണം മുൻകൂറായിട്ട്. പക്ഷെ അത് സ്റ്റേറ്റ് ഒപ്പോസ് ചെയ്താലും ഇല്ലെങ്കിലും പാർലമെന്റ് ഒരു നിയമ മുഖാന്തരം മാറ്റാം. സ്റ്റേറ്റിന്റെ ടെറിട്ടറികളും അതിന്റെ നോമൻക്ലേച്ചറും ഒക്കെ മാറ്റാനുള്ളതുണ്ട് ആർട്ടിക്കിൾ 3. പിന്നെ ആർട്ടിക്കിൾ 368 പറയുന്നത് 2 രീതിയിൽ ഭരണഘടനാ അമെന്റ്മെന്റ്, എല്ലാ ഭരണഘടനാ അമെന്റ്മെന്റും
കേവല ഭൂരിപക്ഷം വേണം. അതായത് 50% കൂടുതൽ ആളുകൾ, ടോട്ടൽ നമ്പർ ഓഫ് MPs ഓരോ സഭയിലും 50% കൂടുതൽ വേണം. പിന്നെ അന്ന് അവിടെ പ്രസന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ആളുകൾ വോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സഭയിൽ ഇത് പാസ്സാകത്തുള്ളൂ. 2 സഭയിൽ ഇതുപോലെ പാസ്സായാലേ ഒരു സാധാരണ ഭരണഘടനാ അമെന്റ്മെന്റ് നടക്കൂ. ഇത് ഒരു സാധാരണ ഭരണഘടനാ അമെന്റ്മെന്റ് വഴി ആർട്ടിക്കിൾ 82A എന്നൊരു പുതിയ ആർട്ടിക്കിൾ എഴുതി ചേർക്കാമെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. അതിന് സ്റ്റേറ്റുകളുടെ അനുവാദം വേണ്ട. കാരണം അത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ തീരുമാനിക്കുന്നത് പാർലമെന്ററി നിയമ മുഖാന്തരമാണ്. അതുകൊണ്ട് അത് സ്റ്റേറ്റിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമല്ല. അതിന് ഇതുപോലെ 368 ഒരു ഭരണഘടനാ അമെന്റ്മെന്റ് മതി. അതേസമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആർട്ടിക്കിൾ 239 മുതൽ 42 വരെയുള്ള കാര്യങ്ങളും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതില് 50% കൂടുതൽ സ്റ്റേറ്റിന്റെ കൂടി ഒരു കൺകറൻസ് അല്ല, അവിടെ നിന്നുള്ള ഒരു കേവലമായിട്ടുള്ള മജോറിറ്റിയിൽ ആ അസംബ്ലികൾ കൂടി ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഭരണഘടനാ അമെന്റ്മെന്റ് പ്രാവർത്തിയാകത്തുള്ളൂ. അത് 2ാം ഘട്ടത്തിൽ നടപ്പാക്കണമെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നിയമവശം ഇരിക്കുമ്പോൾ ഈ കടമ്പകളൊക്കെ കടന്ന് ഈ ഭരണഘടനാ അമെന്റ്മെന്റ് പാസ്സാക്കുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അവിടെ 2 സഖ്യകക്ഷികൾ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ന്യൂസ് കണ്ടത്. ജെഡിയുവിന്റെ പിന്തുണ ഇതിനകം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും സപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ ന്യൂസ് കണ്ടത്. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒക്കെ പാർട്ടികൾ, മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയാത്ത പാർട്ടികളിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതെ, ഏതെങ്കിലും പാർട്ടികളുടെ ഒറ്റയ്ക്ക് ഏതായാലും പറ്റില്ല. അപ്പം കേവല ഭൂരിപക്ഷവും 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അത്രയും ഭൂരിപക്ഷത്തില് പാസ്സാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് നടപ്പാകും. കാരണം നമ്മൾ ഇനി അഭിമുഖീകരിക്കേണ്ടത്, കാരണം ഇവര് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. കാശ്മീരിന്റെ പ്രത്യേകാവകാശം എടുത്തു കളഞ്ഞു, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം, ക്രിമിനൽ നിയമങ്ങളെല്ലാം മാറ്റി. അപ്പൊ നമ്മള് ഒരുപാട് ആളുകൾ ജനങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര വില കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു അതിനകത്ത് പാർലമെന്റിൽ എത്ര ഡിസ്കഷൻ നടക്കും, കൺസ്ട്രക്റ്റീവായിട്ട് ഓപ്പോസിഷനുമായിട്ട് ഒരു ചർച്ച നടക്കുമോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇത് അയക്കുമോ? ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ആദ്യത്തെ ഒരു റീഡിംഗ് ഉണ്ട്, പിന്നെ സെക്കൻഡ് റീഡിംഗ് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് വായിക്കണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കേണ്ട സന്ദർഭങ്ങളിൽ അയക്കണം, ഒരു വലിയ ഗഹനമായിട്ടുള്ള പഠനം നടത്തണം, അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഭരണഘടന സാധുതയുള്ളതായിരിക്കും. അത്ര എളുപ്പമല്ല, കാരണം പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നുണ്ട്, അവർക്ക് അതിലെ കൃത്യമായ വിശദീകരണവുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.